നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാമോ ഇല്ലെന്ന് ഒരുപാട് ആളുകൾ എന്നോട് മെസ്സേജ് ചെയ്തിരുന്നു. ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 58-ാം വചനത്തിലൂടെ വ്യക്തമായി അല്ലാഹു തആല പറയുന്നു, നബിയെ അങ്ങ് പറയുക, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടും റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക, അതാണ് മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് ഖൈർ. പ്രവാചകന്റെ ചര്യയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷമുണ്ടോ? ഇല്ല. പരിശുദ്ധ ഖുർആനിൽ ആ വിഷയത്തിൽ തെളിവുണ്ടായിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരായത്ത് ജന്മദിനാഘോഷത്തിന് തെളിവായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് അത് മനസ്സിലാക്കാതെ പോകുമോ? പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലേ അവതരിപ്പിക്കപ്പെട്ടത്. ആ പ്രവാചകന് തന്നെ ആ വിഷയം അറിയാതെ പോകുമോ? സഹാബത്ത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണല്ലോ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തുണ്ടെങ്കിൽ അത് നടപ്പിൽ വരുത്താൻ ഏറ്റവും അധികം ഉത്സാഹിക്കുന്നത് ആരാണ്? സഹാബികളാണ്. അവരാരും തന്നെ പരിശുദ്ധ ഖുർആനിലെ ഒരായത്തിന്റെ സൂചനയിൽ പോലും ജന്മദിനാഘോഷം എന്ന ഒന്ന് കണ്ടില്ല, പ്രവാചകനും കണ്ടില്ല. അപ്പോൾ ചര്യകളിൽ ഏറ്റവും നല്ല ചര്യ പ്രവാചകന്റെ ചര്യയാണ്, വാക്കുകളിൽ ഏറ്റവും നല്ല വാക്ക് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ്. ഇതിൽ രണ്ടിലും എന്തില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷമില്ല. പിന്നെ ഈ നബിദിനാഘോഷത്തിന്റെ ചില ആളുകൾ ഒരു പ്രത്യേകമായ ഒരു ഇബാദത്തായി ആരെങ്കിലും പരിഗണിക്കുകയും